കാസർഗോഡ് വികസന പാക്കേജിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ സ്ഥാപിച്ച 5 നില കെട്ടിടത്തിന് മുന്നിൽ ലിഫ്റ്റ് ചാനൽ ഒരു അസ്ഥികൂടം പോലെ നിൽക്കാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി. ഓരോ ഘട്ടത്തിൻ്റെയും പണി പൂർത്തിയാകുമ്പോൾ മേൽനോട്ടത്തിനെത്തുന്ന ജില്ലാ പഞ്ചായത്തിലെ എഞ്ചിനീയർമാരും കരാറുകാരും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാകും. അങ്ങനെ ലിഫ്റ്റ് ചാനൽ വീണ്ടും പൊളിച്ചു പണിയും. 20 ലക്ഷത്തിലധികം രൂപ ചെലവാക്കിയാണ് ഈ നിർമ്മാണ ആഭാസം. ലിഫ്റ്റ് ഇല്ലാത്തതിനാൽ ശരിക്കും പണി കിട്ടിയത് ഇവിടെ എത്തുന്ന പാവം രോഗികൾക്കാണ്. ഒരു പ്രാവശ്യം കുഴിയുടെ വീതി പോരാ എന്ന് പറഞ്ഞ് അതിൻ്റെ ലിഫ്റ്റിൻ്റെ പ്രവർത്തനം നിർത്തി. ഇപ്പോൾ അതിൻ്റെ ലിഫ്റ്റിൻ്റെ കമ്പിയുടെ വീതി എന്തോ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ് മാറ്റിവെച്ചു. ഇങ്ങനെ ജനങ്ങളുടെ നികുതി പണം കൊള്ളയടിക്കുന്ന രീതിയിലാണ് ഇവിടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. നിർമ്മാണവും പൊളിക്കലും മുറ പോലെ നടക്കുമ്പോൾ ഇനിയും ലക്ഷങ്ങൾ വേണ്ടിവരുമെന്ന് തന്നെയാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ലിഫ്റ്റ് ഇല്ലാത്തതിനാൽ നൂറുകണക്കിന് രോഗികളാണ് ഇപ്പോഴും പടികൾ കയറി വിവിധ വിഭാഗങ്ങളിലെ ഡോക്ടർമാർക്കടുത്തെത്തുന്നത്. ജില്ലാശുപത്രിയിൽ എന്ത് സാധനം പറഞ്ഞാലും ഇപ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ട് തട്ടിക്കളിക്കുകയാണ് മെയിനായിട്ട്. അപ്പോൾ ഇവരോട് പറയുമ്പോൾ പറയും എഞ്ചിനീയറിംഗ് വിഭാഗം എന്ന് പറയും. എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഒരു മെഡിസിൻ്റെ ഇത് വന്നാൽ പറയും അത് മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റാണ്, DO അങ്ങനെ എങ്ങനെയാണ്. സിവിൽ ജോലികളും ലിഫ്റ്റ് നിർമ്മാണവും വേറെ വേറെ ഏജൻസികളെ ഏൽപ്പിച്ചതാണ് ഈ സാങ്കേതിക തടസ്സങ്ങൾക്കും കാലതാമസത്തിനും കാരണമെന്നതാണ് ജില്ലാ പഞ്ചായത്തും ആശുപത്രി അധികൃതരും നൽകുന്ന വിശദീകരണം. എഞ്ചിനീയർമാരും കരാറുകാരും പരസ്പരം പഴിചാരി രക്ഷപ്പെടുകയാണ്. അവരാരും ഈ സാധാരണക്കാരുടെ പ്രയാസങ്ങളെ കണ്ടില്ലെന്ന് നടിച്ച് മുന്നോട്ടേക്ക് പോവുകയാണ്. സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.